ഞാൻ മേക്കപ്പ് ചെയ്യാറേ ഇല്ല കേട്ടോ, പക്ഷേ കുറേ സാധനങ്ങളുണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനാണ്. പക്ഷെ നോക്ക് എന്തോരം സാധനങ്ങളാണ്. എന്തായാലും നമുക്ക് ലിപ്സ്റ്റിക്കുകളും പിന്നെ എൻ്റെ അമ്മ ഇതെല്ലാം എടുത്തു വയ്ക്കാനോ, കോമ്പാക്ട് പൗഡർ, പിന്നെ ഞാനാണെങ്കിൽ അങ്ങനെ മസ്കാര അല്ല, ഇത് സത്യമാനുണ്ടല്ലോ, ഇത് ഞാനിപ്പോൾ ഒരു ഷൂട്ടിന് വന്നത് കൊണ്ട് എങ്ങാനും വേർത്ത് പോയാലോ എന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ, പിന്നെ കുറേ ലിപ്സ്റ്റിക്കുകളുടെ കുറേ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞി ഫൗണ്ടേഷൻ, പിന്നെന്താ, പിന്നെ കുറേ ഉണ്ട് ലിപ്സ്റ്റിക്ക്, അത് ഇത് കുറേ ഉണ്ട്. ഇതെല്ലാം കൂടെ എടുത്തിടുമ്പോൾ തന്നെ നാളെയാവും. അപ്പോൾ അതാ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമം വരുമ്പം ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ട് ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കും. അപ്പം എൻ്റെ മനസ്സിലെ വിഷമം പോവും. സത്യമായിട്ട് നിങ്ങളൊക്കെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഈ വലിയ ലിപ്സ്റ്റിക്ക് ഒന്നുമില്ല. എനിക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല, എവിടെയെങ്കിലും പോയിട്ട് 2-3 ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് മായ്ച്ച് കളഞ്ഞാൽ തന്നെ എൻ്റെ കുറച്ച് സ്ട്രെസ്സും കുറച്ച് വിഷമമൊക്കെ പോകും. ഞാൻ അങ്ങനെ ഒരാളാണ്. ഇതിപ്പോൾ മറ്റേ ഉർവശി ചേച്ചി ആ സിനിമയിൽ പൊട്ടിച്ച് വെക്കുന്ന മറ്റേ ഇത് തുറക്കുന്ന പോലത്തെ അവസ്ഥയായിപ്പോയി. അയ്യോ, ഇത് അടയ്ക്കാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. അയ്യോ, ഇതിനെന്താ പറ്റി? സോറി, അടച്ചു. ഇത് ഇനിയുള്ളത് ഒരു പെർഫ്യൂം. ഇത് ബിഗ് ബോസിൽ പോയ സമയത്ത് അവർ ബ്രാൻഡിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ബ്ലാക്ക്, ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടറിയാം. മേക്കപ്പ് സാധനങ്ങൾക്ക് ഇങ്ങനെ അവർ ബ്രാൻഡ് നെയിം അവർ ഇത് ചെയ്യില്ല. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അടച്ചു വെച്ചേക്കാണ്. ഇത് ബോസിൻ്റെ പെർഫ്യൂമാണ്. സുഗന്ധം പരക്കാൻ പെർഫ്യൂം ഉപയോഗിക്കാം. ഇത് നോക്കിയിട്ട് നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ, ഫുൾ അലമ്പായിരിക്കും ഇത്. പിന്നെ ഇതാ നാണം മറയ്ക്കാനും, മറ്റുള്ളവരെ നമ്മൾ നോക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നവരെ മറ്റുള്ളവർ കാണണ്ട, അപ്പോൾ ഇതിങ്ങനെ വെക്കും. അയ്യോ, ഇത് കൂതരായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ വെയിലെത്തും. പിന്നെ കുറച്ച് ഉറക്കച്ചടമൊക്കെ ഉണ്ടെങ്കിലും ഫ്ലൈറ്റിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇതാണ്. ഇതെനിക്ക് ശരിയാകത്തില്ല കേട്ടോ, വെറുതെ എനിക്കിതങ്ങനെ വെക്കുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഞാൻ കണ്ണെഴുതിയില്ലെങ്കിൽ വെക്കും, കണ്ണിൻ്റെ വൃത്തിയേട് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്. പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടുന്ന സാധനം ഇത് എന്താണെന്നറിയോ? ചോക്ലേറ്റ്സ് അല്ല, മെഡിസിൻസ്. ഗ്യാസ്, തലകറക്കം, എരിച്ചിൽ, പകച്ചിൽ എന്ന് വേണ്ട, എല്ലാത്തിനും ഉള്ളതാണ്. ഫസ്റ്റിലെടുത്ത് ഗ്യാസിൻ്റെ കേട്ടോ. അങ്ങനെ എൻ്റെ കയ്യിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറയും, നിൻ്റെ ഈ മെഡിസിൻ ബാഗാണ് ആദ്യം എടുത്ത് ദൂരെ കളയേണ്ടതെന്ന്. പക്ഷേ നമ്മൾ ട്രിപ്പിനൊക്കെ പോകുമ്പം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തലവേദന അത് വേണ്ട, ഇഞ്ചി മിഠായി വായുഗുളിക. നമ്മൾ പണ്ടൊക്കെ ബസ്സിൽ കയറുമ്പോൾ ഓർമ്മയില്ലേ, വായുഗുളിക തന്നെ പലതരത്തിലുണ്ട്. പിന്നെ അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ കുറേ ഐ ഡ്രോപ്സ് ഉണ്ട് ഉണ്ടോ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് മെഡിസിൻ. ഇത് ഉണ്ടോ, ഇത്ര സാധനങ്ങളുണ്ട്. ഇതൊക്കെ വളരെ ഉപകാരമുള്ള കാര്യമാണ്. പിന്നെ ലാസ്റ്റ് പേഴ്സ് നോക്കട്ടെ, ഇതിലെന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇതൊക്കെ സിബിനാണല്ലോ പ്രശ്നം. കുറച്ച് പൈസയൊക്കെ ഉണ്ട്. ദേ 120 രൂപയുണ്ട്. പിന്നെ ഇത് ആരുടെയോ ഞാൻ അടിച്ചു മാറ്റിയതാ. സത്യം പറഞ്ഞത് എൻ്റെ അല്ല. ഈശ്വര, ഇത് നാദ്രയുടെ ആണോ? അയ്യോ, നാദ്രയുടെ ആണെന്ന് തോന്നുന്നുണ്ട്. എന്നോട് അവൾ പോകുമ്പോഴും ചോദിച്ചു, ചേച്ചി ആയതെന്ത് എന്നാ? നാദ്ര ഞാൻ നിനക്ക് വരുമ്പോൾ തരാം കേട്ടോ. സോറിയാ, മൈക്കും പോയോ അതിനിടയ്ക്ക്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിൽ. പൈസ ഒന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ കുറേ ഹോസ്പിറ്റലിൽ ചീട്ടുണ്ട്, അതൊക്കെ തന്നെയുള്ളൂ. പിന്നെ കയ്യിൽ ഇത് ഫോട്ടോ ഉണ്ട്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട്. ഹായ്, ഇതൊക്കെ തന്നെയുള്ളൂ. ഇതൊക്കെ തന്നെയുള്ളൂ എൻ്റെ പേഴ്സിൽ. അയ്യോ, നിങ്ങളിത് കാണിക്കണ്ട കേട്ടോ, ഏറ്റവും അലമ്പായിരിക്കും. ഒക്കെ ഒന്നും ഇടണ്ട, അതെൻ്റെ ഭർത്താവാണ്. സത്യം, ഇതാരും കാണിക്കണ്ടെന്ന്. പിന്നെ ചീപ്പ് ഇതെന്താ പറയുക, ടെയിൽ കോമ്പ്. നമുക്കിങ്ങനെ വരയെടുത്തിട്ട് കെട്ടാനുള്ള ടെയിൽ കോമ്പ്. പിന്നെ ഒരു ചീപ്പും കൂടി ഉണ്ട്. കഴിഞ്ഞു. അയ്യോ, ഒരു വായു ഗുളികയും കൂടെ. സോറി,
എൻ്റെ അമ്മേ, ഇതാണ് എൻ്റെ ബാഗിലുള്ളത്. അയ്യോ. പിന്നെ മാതാവിൻ്റെ ഒരു പടമുണ്ട്. മാതാവിനെ ഞാൻ ഏത് ബാഗ് മാറുമ്പോഴും ഞാനിങ്ങനെ, മാതാവുണ്ട്, ഈശോയുണ്ട്, അന്തോണീസ് പുണ്യാളനുണ്ടായിരുന്നു, എന്താണെന്നറിയില്ല. ഇന്നിപ്പോൾ മാതാവ് മാത്രമേ ഇതിനകത്തുള്ളൂ, വേറെ ബാക്കിയൊക്കെ എൻ്റെ ബാഗിലാണ്. പിന്നെ ദാ ഒരു കമ്മലിൻ്റെ റൗണ്ട്, ഒരു ഗോൾഡൻ. കഴിഞ്ഞു, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഉപയോഗശൂന്യമായ മാസ്ക്, അത് ഞാൻ കാണിക്കില്ല. മാസ്കിൻ്റെ കോലം നോക്ക്, ഈ മാസ്ക്, അത്രേ ഉള്ളൂ. ഗ്യാസിൻ്റെ ഗുളിക, സോറി. ഇതാണ് എൻ്റെ ബാഗിലുള്ളത്, വേറെ ഒന്നുമില്ല. ഇത്രയൊക്കെ തന്നെയാണിത്. അയ്യോ. അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാ ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. അപ്പം താങ്ക് യു സോ മച്ച്.